ഞാൻ ഇത് വാങ്ങിയ സമയത്ത് ആമസോണിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് റിവ്യൂസ് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടത്. നമ്മുടെ പുതിയ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു ക്ലേ ടീ, നല്ല ഭംഗിയുള്ള ക്ലേ ടീ. ഹായ് എവരിബഡി, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കിച്ചൺ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ കിച്ചൺ ആക്സസറീസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അധികവും ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഇത് ആമസോൺ കിച്ചൺ ഹോൾ വീഡിയോ എന്ന് നമ്മൾ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, ടീ, കോഫി, ഷുഗർ കണ്ടെയ്നർ. കോഫി പൗഡർ ഓൾവേസ് കംസ് ഇൻ ഒരു ഗ്ലാസ് ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വേറൊരു കണ്ടെയ്നറിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടീയും ഷുഗറും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി സ്റ്റഫാണ്. ഞാനിതിന് മുൻ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ക്യൂട്ടാണ്, പ്രൈസ് ഇത്തിരി കുറവാണ്. പക്ഷേ തേയിലപ്പൊടിയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ വെക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി വേറൊരു മെറ്റൽ ടൈപ്പ് നോക്കിയത്. അപ്പം ഇത് പ്രൈസ് വൈസ് നല്ലൊരു ബൈ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് നല്ല എയർ ടൈറ്റ് ആണ്, അട്രാക്റ്റീവ് കളറാണ്. കോഫിയുടെ അത് വരുന്നത് ഓറഞ്ച് കളറിലാണ്, യുണീക്ക് കളറാണ്, കസ്റ്റമൈസബിൾ അല്ല. പക്ഷെ നല്ല കുഴപ്പമില്ല. ടീ ഒരു റെഡ് കണ്ടെയ്നറിലും, അതേപോലെ ഷുഗർ ഒരു വൈറ്റ് കണ്ടെയ്നറിലും, കോഫി ഓറഞ്ചിലും, ആൻഡ് ഗോൾഡൻ ലിഡാണ്. അത് തന്നെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല നല്ല കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ആ കളേഴ്സ്. അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ടെയും ഒക്കെ കൊടുത്ത് ആ ഒരു പിക്ചർ ഒക്കെ ഡെപ്പിക്റ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല ഭംഗിയിലാണ് ആ ഒരു ചിത്രവും എഴുത്തും എല്ലാം കൂടി വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കണ്ടെയ്നർ. അതേപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ. ആ ഒരു മെറ്റലിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് ഒത്തിരി നാൾ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു റൊട്ടേറ്റിംഗ് ആലിയാണ് സ്റ്റാൻഡ്. കുറേ ആയി ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ട്. നല്ല പ്രോഡക്റ്റാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ഉപ്പ്, ഓയിൽ ഡിസ്പെൻസർ, അങ്ങനത്തെ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് സേവിങ് കാര്യമാണ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇതെത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ഇത് ടിഷ്യൂ പേപ്പർ റോൾ അല്ല, ഇത് ഒറിഗാമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സോഫ്റ്റ് കോട്ടൺ റീയൂസബിൾ കിച്ചൺ വൈപ്സ് ആണ്. ഇത് ഞാൻ മേടിച്ചപ്പോൾ 2 റോൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഉപയോഗിച്ചു, നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. ഇതിപ്പോൾ രണ്ടാമത്തതാണ്. അപ്പം നല്ലതാണ്, കാരണം നമ്മളിപ്പോൾ കിച്ചണിൽ നമ്മളെപ്പോഴും തുടയ്ക്കണം. കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, ഗ്യാസ് സ്റ്റവ് ടോപ്പൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, വാഷ് ബേസിൻ ഏരിയ ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈപ്പിംഗ് ഒരു സ്ഥിരം കാര്യമാണ് കിച്ചണിൽ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ ഇതിന് വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് ക്ലോത്ത്സ് അല്ലെങ്കിൽ 3 സെപ്പറേറ്റ് ക്ലോത്ത്സ് ഒക്കെ വെക്കും. അപ്പം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ ക്ലോത്ത് നമ്മൾ പിന്നെ കഴുകാനും പിന്നെ ആ സമയത്ത് വേറെ ക്ലോത്ത് എടുക്കാനും, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒരു 6 ടവലൊക്കെ വേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ റീയൂസബിൾ ആണ്. അപ്പോൾ ഒരു ഇതുപോലെ നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാതിരിക്കും, നമ്മൾ ടിഷ്യൂ റോളൊക്കെ എടുക്കുന്ന പോലെ. ആൻഡ് ഒരു ടവൽ എങ്ങനെ പോയാലും ഒരു 4-5 ദിവസം നിൽക്കും. അതിൽ കൂടുതലും വേണമെങ്കിൽ നിൽക്കും. 4-5 ദിവസം ഉപയോഗിച്ചാൽ മതി. എന്താ ഈസി ആയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ വൈപ്പ് ചെയ്യാം, ക്ലീൻ ആക്കി വയ്ക്കാം, ഗ്യാസ് സ്റ്റവിൻ്റെ പുറത്തൊക്കെ ഇതാക്കാം. അത്യാവശ്യം തിക്കാണിത്. തീരെ അങ്ങനെ നേരിയ ടിഷ്യൂ പേപ്പർ പോലെ ഇങ്ങനെ വലിഞ്ഞ് കീറിയൊന്നും പോകത്തില്ല. അതാ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല തിക്കാണ്. ഈ ഒരു പാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇത് ഹോം സെൻറ്ററിൻ്റെ ആണ്. എനിക്ക് ഈ പാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ കളറാണ്. നല്ല ടീൽ ഗ്രീൻ കളർ, ഒരു പ്രത്യേക ഭംഗി, ഒരു ടീൽ കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു പാൻ. ഇത് നോൺ സ്റ്റിക്കാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലും നല്ല ഭംഗിയിലാണ് ഒരു ഡോട്ട് പോലെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണത്. ബാക്ക് സൈഡ് ഇങ്ങനെ. ആകെ തോന്നിയ ഒരു കംപ്ലയിൻറ്റ്, ഇത് ഗ്യാസ് സ്റ്റവ് ടോപ്പും ഇൻഡക്ഷൻ ടോപ്പും കമ്പാറ്റബിൾ ആണെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് സത്യം പറഞ്ഞത്. അപ്പോൾ രണ്ടിലും യൂസ് ചെയ്യാമല്ലോ. പക്ഷേ ഇത് ഇൻഡക്ഷൻ കമ്പാറ്റബിൾ അല്ല. അതായത് ഞാനൊരു 4 ഇൻഡക്ഷൻ കുക്കറിൽ ഈ ഒരു പാൻ മാറി നോക്കി. പക്ഷെ അപ്പോൾ ഇൻഡക്ഷൻ കമ്പാറ്റബിൾ അല്ല. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുകയാണെങ്കിൽ, ഇൻഡക്ഷൻ ബേസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. കാരണം ഇത് ഞാൻ 4 ഇൻഡക്ഷൻ കുക്കറിൽ നോക്കിയിട്ട് വർക്കൗട്ട് ആവാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം എനിക്കറിയില്ല ഇനി വേറെ ഏതെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്ത ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബ്രാൻഡിൽ വല്ല ഇത് വർക്കൗട്ട് ആവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും
ഇത് എന്താ ഗ്യാസ് സ്റ്റൗ ടോപ്പ് കുഴപ്പമില്ല, കാരണം ഒട്ടും തന്നെ സ്റ്റെയിൻ ചെയ്യുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻഡക്ഷൻ കമ്പാറ്റബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത പ്രോഡക്റ്റ് ഈ ആണ് പെസ്റ്റൽ ആൻഡ് മോട്ടാർ. നമുക്ക് ഇഞ്ചിയൊക്കെ ചതയ്ക്കാനും ഏലക്കൊക്കെ ചതയ്ക്കാനും അങ്ങനെ എന്താ നമ്മളിപ്പം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രാലീനൊക്കെ അണ്ടിപ്പരിപ്പ് അതൊക്കെ കൂടെ ക്രഷ് ചെയ്യാൻ നമ്മൾ മിക്സി വിടുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയുള്ളിയൊക്കെ ചതയ്ക്കാനും അങ്ങനെ ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സാധാരണ ഭയങ്കര വെയിറ്റ് ഉള്ളതാണ്. നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് പഴയ അമ്മിക്കല്ലിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഭയങ്കര വെയിറ്റാണിത്. അപ്പം എനിക്ക് ആ ഒരു അത്രയും വെയിറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എങ്ങനെ, പക്ഷേ നമുക്ക് ഈ ഒരു പർപ്പസ് നടക്കുകയാണ്. മിക്സി പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് അരഞ്ഞു പോകും. നമുക്ക് ചിലപ്പോൾ അത്രയ്ക്ക് അരയേ വേണ്ട, അത് ചതച്ചെടുത്താൽ മതി എന്നുള്ള കാര്യങ്ങൾ മിക്സിയിലിട്ടാൽ ചിലപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ആ ഒരു ടൈപ്പ്, ആ ഒരു ഹെവി ടൈപ്പ് യൂസ് ചെയ്യാനും വയ്യ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കിത് ആമസോണിൽ ഞാനിത് കണ്ടത്. അത്ര ഹോപ്പില്ലാതെ ഞാൻ വാങ്ങി, കാരണം ഇതിൻ്റെ പ്രൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി ഇത് വർക്കൗട്ട് ആവുന്നു. പക്ഷേ ഇത് നല്ല പ്രോഡക്റ്റാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു. നല്ല പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൽ ഇനി ചതയ്ക്കാത്ത വേറൊരു കാര്യമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ എന്താ സ്വീറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഏലക്ക, പ്രാലിൻ, ഇതൊക്കെ നമ്മളിതിൽ ക്രഷ് ചെയ്തിട്ടുണ്ട്. നല്ല സാധനം. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു നൈഫ് ഷാർപ്നറാണ്. നൈഫ് ഷാർപ്നർ നമുക്ക് വീടുകളിൽ ആവശ്യമുള്ളൊരു സാധനം തന്നെ. കാരണം പുതിയ കത്തിയൊക്കെ നല്ല ഷാർപ്പായിരിക്കും, പക്ഷെ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെ പോയാലും അതിൻ്റെ ഷാർപ്നെസ് ഒക്കെ പോവും. അപ്പം നമ്മൾ വേറെ കത്തി മേടിക്കാൻ പോകുന്നതിന് പകരം ആ നൈഫ് ഷാർപ്പൺ ചെയ്യും. അധികവും വരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നൈഫ് ഷാർപ്പണർ ഒന്നും ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ചോപ്പിംഗ് ബോർഡിൻ്റെ ബാക്കിലിട്ട് ഇങ്ങനെ വയ്ക്കും, അതാണ് സ്ഥിരം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അപ്പം നമ്മുടെ ചോപ്പിംഗ് ബോർഡ് സ്പോയിലായി പോകും. ചിലർ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈക്ക് ഐ ഡോണ്ട് ഫീൽ ടു ഗുഡ് ടു ഡു ദാറ്റ്. അങ്ങനെ വിചാരിച്ചപ്പം ഒരു ഷാർപ്നർ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല പ്രൈസ് കുറച്ചാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇത് നല്ല പ്രോഡക്റ്റാണ്. നന്നായി ഷാർപ്പൺ ചെയ്തത്. ഞാൻ ഇത് വാങ്ങിയ സമയത്ത് ആമസോണിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് റിവ്യൂസ് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കണ്ടത്. ഇതിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് ചാടിക്കറി ഓർഡറും ചെയ്തത്. പക്ഷേ ഇത് അപ്പോൾ എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് ആ റിവ്യൂസ് ട്രൂ ആണോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയതുകൊണ്ടാണോ അറിയില്ല. എനിക്ക് കിട്ടിയ ഈ പ്രോഡക്റ്റ് നല്ലത് തന്നെയാണ്. നന്നായിട്ട് നൈഫ് ഷാർപ്പൺ ചെയ്യുന്നുണ്ട്. അതൊരു ഈസി ടെക്നിക്കാണ്. ഒട്ടും നമ്മുടെ കൈ മുറിയോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല പ്രോഡക്റ്റാണ്. ഒരു സെല്ലറാണ് ഇത്. സോൾട്ട് പെപ്പർ സെല്ലറാണ്. അത് ഇന്ന സെല്ലർ എന്ന് ഇതിൽ എഴുതിയിട്ടില്ല. SNO P എന്നൊന്നും എഴുതിയിട്ടില്ല. നമുക്കപ്പോൾ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. എന്താ എനിക്കിതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇന്ന സെല്ലറിന് ഇതിൽ എഴുതിയിട്ടില്ല. SNO P എന്നൊന്നും എഴുതിയിട്ടില്ല. നമുക്കപ്പോൾ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. എന്താ എനിക്കിതിൻ്റെ ഭംഗിയുള്ള സെല്ലറാണ്. നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ലുക്ക്. നമ്മുടെ ഡൈനിങ് ടേബിൾ ഈ ഒരു ഷെയ്ഡൊക്കെ ആയിട്ട് കമ്പാറ്റബിൾ ആവുന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെക്കാൻ പറ്റിയ നല്ലൊരു സെല്ലറാണ്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ടട്ക പാനാണ്. ടട്ക പാൻ എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും ഈ ഒരു ബ്രാൻഡിന് നിങ്ങൾ ടട്ക പാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പല പ്രൈസ് റേഞ്ചിൽ ഇതുണ്ടാവും. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ സാധാ ഒരു 15 ടട്ക പാനാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസും തീരെ കുറവാണ്. പക്ഷേ പെർഫോമൻസ് നല്ലതാണ്. ചിലതൊക്കെ അടി പിടിക്കും, കളറ് മാറും. നമ്മുടെ ഇത് എത്രയും നാളായി, ഏകദേശം ഒരു വർഷമായിരുന്നു തോന്നും, ഇതുവരെ അടി പിടിക്കും. ഞാൻ സ്ഥിരം ടെമ്പറിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടി പിടിക്കും അങ്ങനെ ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ബൈ ആണ്. അടുത്ത പ്രോഡക്റ്റ് ഈ സ്പൈസ് റാക്കാണ്. ഈ ഒരു സ്പൈസ് റാക്കും ഏകദേശം ഒരു വർഷമാവാൻ പോകുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം കുറച്ച് നാളെ ഞാനിത് പൊടികളൊക്കെ ആയിരുന്നു ഇട്ട് വെച്ചിരുന്നത്. അപ്പം എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം, മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് ഇതാകുമ്പോൾ സ്റ്റെയിനിങ് ഉണ്ട്. അപ്പം പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, പക്ഷേ കുഴപ്പമില്ല. ഹെൽത്തി ഫുഡ് ഫ്രണ്ട്ലി പ്ലാസ്റ്റിക് ആണ്. അടുത്ത പ്രോഡക്റ്റ് കുറച്ച് പേര് ഈയിടെയായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പുതിയ മെഷറിംഗ് സ്പൂൺസ്, മെഷറിംഗ് കപ്സും സ്പൂൺസും. ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് കാര്യം. ഞാനും കളർ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. കുറച്ചൊരു ഭംഗിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആസ് ഓഫ് നൗ ഇത് കളറൊന്നും പോയിട്ടില്ല. ഇങ്ങനെ തന്നെ ആ ഒരു ഷൈനിങ് ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താ വുഡൻ ഹാൻഡിലാണ്. പ്രോഡക്റ്റ് നമ്മുടെ ബോറോസിലിക്കേറ്റിൻ്റെ യൂട്ടൻസിൽസ് ആണ്. കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. Starting with the small bowl,
ഇതൊരു ചെറിയ ബൗളാണ്. ഈ ബൗള് ഹീറ്റ് ഫ്രണ്ട്ലി ആണ്, ചിൽ ഫ്രണ്ട്ലി ആണ്, അതേപോലെ തന്നെ ഒത്തിരി ഹെവി അല്ല. നമുക്കിത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നല്ല ബൗളാണ്. കഴുകിയാലൊക്കെ നമുക്ക് അമർത്തി വയ്ക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് ഒട്ടിപ്പിടിച്ചിങ്ങനെ മാർക്ക് വീഴാനൊരു സാധ്യത. അത് ബോറോസിലിക്കേറ്റിൻ്റെ പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതർവൈസ് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ബൗള് കോംബോ ആയിരുന്നു, അങ്ങനെയാണ് ഞാൻ ബോറോസിലിക്കേറ്റിൻ്റെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള. ഇത് അധികവും നമ്മൾ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യാറ്. ഞാനിത് സെർവിങ് ഡിഷായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാൻ ആയിട്ട് ഉപയോഗിക്കാം. വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ദിസ് വിൽ ബി എ വെരി ഗുഡ് ബൈ. ഒട്ടും തന്നെ ഇതൊരു എന്താ പറയുക, വേസ്റ്റ് ഓഫ് മണിയല്ല. ദിസ് പ്രോഡക്റ്റ് ഇസ് വർത്ത്. അടുത്ത പ്രോഡക്റ്റ് ഇതാണ്, കിച്ചൺ ലീഡേഴ്സ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇത് സെറ്റ് ഓഫ് 9 ലീഡേഴ്സാണ്. ഇത്രയും എണ്ണം ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ 3 ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നല്ല പ്രോഡക്റ്റാണ്. അങ്ങനെ വുഡ് ചിപ്പ് ഓഫ് ആയി പോയി നമ്മുടെ ഫുഡിലേക്ക് പോകുമൊന്നുമില്ല. നല്ല സ്പോൺസ് തന്നെയാണ്. ടീ ക്ലേ മഗ് ആണ്. അപ്പം ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മഗ്ഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു ക്ലേ ടീ കപ്പ് വാങ്ങണമെന്നുള്ളത്. സ്റ്റാൻഡേർഡ് കപ്പ് സൈസാണ്, ടെറാക്കോട്ട കപ്പ്. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ്, പെർഫെക്റ്റ് മേക്കിംഗ് ആണ്. സീസൺ ചെയ്തെടുത്ത് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ പീസാണ്. നമ്മുടെ കിച്ചൺ കുറേ കൂടെ ഭംഗിയായി തോന്നിക്കും. അതേപോലെ ശരിക്കും ആ ഒരു ചായ ഫീൽ തരുന്ന ഒരു കപ്പാണ് എന്ന് എനിക്ക് തോന്നി. അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഈ മൊമോസ് മേക്കറാണ്. നല്ലതാണ് കേട്ടോ. വളരെ നമ്മുടെ പണി വളരെ സിമ്പിളാക്കുന്ന ഒരു കാര്യമാണ്. ഇത് സിമ്പിളാണ്. നമ്മൾ ഡൗ പ്രിപ്പയർ ചെയ്യുക, ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് മൊമോസ് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ ഡൗ ബോൾ ഷേപ്പിലാക്കി ഇവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹാൻഡിലെടുത്ത് ഒന്ന് ഇങ്ങോട്ടാക്കി പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഫ്ലാറ്റ് ഡൗ ആവും. പിന്നെ നമ്മൾ ആ ഡൗവിൽ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മളത് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഫില്ലിംഗ് വെച്ചാൽ മതി. തിരിച്ച് പ്രസ് ചെയ്യുമ്പോൾ മൊമോസ് റെഡി ആയിരിക്കും. അടുത്ത പ്രോഡക്റ്റ് ഈ കിച്ചൺ റാക്കാണ്. കിച്ചൺ സ്പേസ് ഒന്ന് ലാഭിക്കാൻ വേണ്ടി, ഒത്തിരി സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി, കൗണ്ടർ ടോപ്പിലൊക്കെ ഒത്തിരി സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റാക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതിന് പ്രൈസ് ഒത്തിരി കുറവാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കൂടാറുണ്ട്. പക്ഷേ ഇത് നല്ല പ്രോഡക്റ്റാണ് പ്രൈസ് വൈസ്. അടുത്ത പ്രോഡക്റ്റ് ഈ കണ്ടെയ്നേഴ്സാണ്. ഇതിങ്ങനെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സാണ്. ഇതിങ്ങനെ ടൈറ്റായിട്ട് അടയ്ക്കാൻ. ഇത് ബേക്കിംഗ് ഫ്ലോറാണ് മൈദ. ഇത് നമ്മുടെ കൊക്കോ പൗഡറാണ്. ഇത് 1 ലിറ്ററിൻ്റെയാണ്, ഇത് 1/2 ലിറ്ററിൻ്റെയാണ്. പ്രൈസ് വൈസും ഇത് നല്ല വർത്തി ആയിട്ട് എനിക്ക് തോന്നി. അടുത്ത പ്രോഡക്റ്റ് ഒരു ടാർട്ട് പാൻ ആണ്. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ ടാർട്ട് പാൻസും ബേസിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, ബേസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. അപ്പോൾ ഇത് അലൂമിനിയത്തിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. ഈ ഒരു നമ്മുടെ മെറ്റീരിയലാണ്. കൂടെ നമുക്ക് ഒരു സ്പാച്ചുലയും ഒരു ബ്രഷ് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയത് വയലറ്റ് കളറാണ്. നല്ല നല്ല കൂൾ കളറായിട്ട് എനിക്ക് തോന്നി. ബ്രഷ് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സ്പാച്ചുല അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ച് ഭയങ്കര ഒന്നാമത് ചെറുതാണ്, പക്ഷേ ചെറിയ സ്പാച്ചുലാസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെൻ്റെ അറ്റം ഭയങ്കര തിന്നാണ്, അപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അടുത്ത പ്രോഡക്റ്റ് അതിനോടൊപ്പം തന്നെ കാണിക്കുകയാണ്. കേക്ക് ബോർഡാണ്. അപ്പോൾ കേക്ക് ബോർഡ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് പ്രത്യേകതയുണ്ട്. ഇത് ബ്ലാക്ക് കളറിലെ കേക്ക് ബോർഡാണ്. ബ്ലാക്ക് കളറിലെ കേക്ക് ബോർഡ് അധികം പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. ബ്ലാക്ക് കളറിലെ കേക്ക് ബോർഡ് ഭംഗിയുള്ള കേക്ക് ബോർഡാണ്. നമ്മൾ ഗോൾഡൻ കേക്ക് ബോർഡായിരുന്നു ഇത്രയും നാൾ എനിക്ക് ഭംഗി എന്ന് തോന്നിയിട്ടുള്ളത്. സിൽവറും വൈറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഗോൾഡൻ അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. അതിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ബ്ലാക്ക്. ചില കേക്ക്സിന് ഈ ബ്ലാക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം നല്ല കേക്ക് ബോർഡാണ്. ഇത് സെറേറ്റഡ് അല്ല, നമ്മുടെ സ്മൂത്ത് റൗണ്ട് എഡ്ജാണ്. ഇത് വന്നിട്ട് 10 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 1 കിലോ കേക്കൊക്കെ നമുക്ക് ചെയ്യുന്ന ബോർഡാണ്. ഹോം ബേക്കേഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇന്നോവേറ്റീവായിട്ട് പുതിയ രീതിയിൽ ട്രെൻഡി ആയിട്ട് നമുക്ക് കേക്ക്സ് കൊടുക്കാൻ പറ്റും. ഈ ബ്ലാക്ക് കേക്ക് ബോർഡ് ഒരു ട്രെൻഡി ലുക്ക് തരും നിങ്ങളുടെ കേക്കിന്. അടുത്ത പ്രോഡക്റ്റ് ഈ ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് 500 ml സാധാരണ നമ്മൾ 1 ലിറ്ററിൻ്റെ ഉപയോഗിക്കുന്നത്, പക്ഷേ എനിക്ക് 500 ml മതിയായിരുന്നു. ഇതും നല്ല ഓയിൽ ഡിസ്പെൻസറാണ്. ചെറുതായതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ക്യൂട്ടാണ്. നല്ല ടൈറ്റാണ് ഇതിൻ്റെ ലിഡ്. ടാപ്പ് ഓപ്പൺ ആണ്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ഒരു
ഗ്ലാസ് കളറിൽ വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയില്ലേ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാപ്പി കുടിക്കാൻ. അപ്പം നല്ല ലാഭത്തിനാണ് ഇത് വാങ്ങിച്ചത്. വർത്തി ദ മണി എന്നല്ല ഞാൻ പറയുന്നത്, ലാഭം എന്നേ ഞാൻ പറയൂ. കാരണം സാധാരണ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ ഇത് ക്വാളിറ്റി വൈസ് നല്ല സാധനമാണ്. അതിന് കൊടുത്ത പ്രൈസ് വളരെ പ്രോഫിറ്റബിളായിട്ട് എനിക്ക് തോന്നി. ഒരു പ്രോഫിറ്റബിൾ ബൈ ആയിരുന്നു. നല്ല കളറുകൊണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല കളറുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഞാൻ ആ ഒരു കോഫിയുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് മേടിച്ചാണ്. പ്രോഡക്റ്റ് നമ്മുടെ തട്ടിഡ്ലിയുടെ സ്റ്റാൻഡാണ്. ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇഡ്ഡലി മാത്രമല്ല, നമുക്കിതിൽ അപ്പം, പല ടൈപ്പ് ഓഫ് അട്ടയപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതും ഇതിൽ നിന്ന് ഈ പാൻ സൂര്യ എടുക്കുന്നതും. സാധാ എല്ലാ സ്റ്റാൻഡേർഡ് സ്റ്റീമറിലും ഇത് വർക്ക്. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് വാസ് സ്റ്റാൻഡെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് ഏത് രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഇത് ആക്ച്വലി വരുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചോന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആവശ്യം ഭംഗിയുള്ളൊരു ക്യൂട്ട് സ്റ്റാൻഡാണ്. കുറച്ചായി ഇത് വാങ്ങിച്ചിട്ട്, പക്ഷേ നമ്മളിപ്പോൾ ഹോം ഡെക്കോറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കാണിച്ചതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പീസാണ്. ലാസ്റ്റ് പ്രോഡക്റ്റാണ് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ പ്രോഡക്റ്റ്. ഈ ക്ലിപ്സ്, നമ്മൾ ഈ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റിയ എയർ ടൈറ്റ് ആയിട്ടുള്ള ക്ലിപ്സ്. ഇത് പല സൈസിലുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സൈസ്. നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കും. ഇതാ കണ്ട് 3 സൈസിൽ നല്ല അട്രാക്റ്റീവ് കളറിലാണ്. ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ പിടിച്ച് ഇതാക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആയിരിക്കും. ഇങ്ങനത്തെ പാക്കറ്റ്സൊക്കെ നമുക്ക് സീൽ ചെയ്ത് വെക്കാം. അപ്പം ടിന്നിലൊന്നും അത്രയും വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ പാക്കറ്റിൽ തന്നെ വെക്കണമെങ്കിൽ കൂളായിട്ട് വെക്കാം. അരിച്ചാക്ക് പോലും നമുക്ക് ടൈറ്റായിട്ട് സിപ്പ് ലോക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഹോൾ വീഡിയോ കഴിഞ്ഞു. എല്ലാ പ്രോഡക്റ്റ്സ് എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.